നമസ്കാരം. അഖിൽ മാര രാഷ്ട്രീയ വ്യക്തതയുള്ള, രാഷ്ട്രീയ സ്ഥിരതയുള്ള, ഏതൊരു രാഷ്ട്രീയക്കാരനും ഇങ്ങനെ ആകണം എന്നാഗ്രഹിച്ചു പോകാൻ തക്ക മാതൃകയാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അഖിൽ മാരാർ ആരാണ് എന്ന്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം ഈ പറയാൻ പറ്റിയ സാഹചര്യമാണ്. കാരണം 2 വർഷമാകുന്നു നമ്മുടെ ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടൽ നടന്നിട്ട്. നിരവധി ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞത്. അല്ലെങ്കിൽ അവരുടെ നിരവധി ആൾക്കാർക്കാണ് അവരുടെ ജീവനോപാധി വരെ നഷ്ടപ്പെട്ടത്. അവർക്ക് ജീവിക്കാനോ കയറിക്കിടക്കാനോ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. ആ സമയത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ പണം സ്വരൂപിക്കുകയായിരുന്നു അവർക്ക് പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാടിനെ, അവർക്കുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചിട്ട്, നല്ലവരായ ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് CMDRF എന്ന് പറയുന്ന ഒരു ഇതുണ്ടാക്കി. അതിലേക്ക് പണം കൊടുക്കരുത്, അതിലേക്ക് ഒരു ചില്ലി പൈസ പോലും കൊടുക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്ത ജനകീയ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, മനുഷ്യത്വമുള്ള ഒരാളാണ് ശ്രീ അഖിൽ മാരാർ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്രയൊക്കെ വിശേഷണങ്ങൾ തൽക്കാലം അഖിൽ മാരാർ കൊടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് പറഞ്ഞെന്താ, ഞാൻ വീട് വെച്ച് തരാം, 2 പേർക്ക്, 2 കുടുംബത്തിനോ 2-3 കുടുംബം അങ്ങനെ എന്തോ പറഞ്ഞു, വീട് വെച്ച് തരാം. പക്ഷേ ആ വീട് ഞാൻ വെക്കുന്നത് കൊട്ടാരക്കരയിലുള്ള എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. വയനാട്ടിൽ കാപ്പി കൃഷിയും തേയില കൃഷിയും അവിടുത്തെ കൃഷിപ്പണിയും ഒക്കെയായി ജീവിക്കുന്ന സാധാരണക്കാരെ കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ താമസിക്കുന്ന അല്ലെങ്കിൽ അഖിൽ മാരാറിൻ്റെ സുഹൃത്ത് സംഭാവന ചെയ്യുന്ന വസ്തുവിൽ ഞാൻ വീട് വെച്ച് കൊടുക്കും. എവിടെ? വയനാട്ടുകാർക്ക്. ആ തുക CMDRFിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതും പോട്ടെ, ഈ അഖിൽ മാരാർ ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നിട്ട് എന്തേ ഇവിടെ കോൺഗ്രസ്സുകാർ പണം പിരിച്ചല്ലോ, KPCC പൈസ പിരിച്ചല്ലോ, യൂത്ത് കോൺഗ്രസ് പൈസ പിരിച്ചായിരുന്നല്ലോ, അതിലേക്ക് എങ്കിൽ സംഭാവന ചെയ്തുകൂടായിരുന്നു ശ്രീ അഖിൽ മാരാറിന്? അവിടെയും സംഭാവന ചെയ്തിട്ടില്ല. അതായത് അഖിൽ മാരാർ കോൺഗ്രസ്സുകാരനായി ചമഞ്ഞ് കതറിട്ടുകൊണ്ട് നടക്കുന്ന സമയത്തും ഈ അഖിൽ മാരാർ യൂത്ത് കോൺഗ്രസ് ഇവിടെ പിരിച്ച ഫണ്ടിനകത്തേക്ക് ₹1 ഒരു ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല. ഇവിടെ KPCC ആപ്പ് വെച്ച് പിരിച്ചു. ഈ KPCC ആപ്പ് വെച്ച് പിരിച്ചപ്പോഴും ഒരു ചില്ലിക്കാശ് അതിലേക്കും അഖിൽ മാരാർ നൽകിയിട്ടില്ല. ഇതാണ് അഖിൽ മാരാറിൻ്റെ രാഷ്ട്രബോധം, മനുഷ്യത്വം, രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഖിൽ മാരാർ എന്തിനായിരുന്നു പിന്നെ കതറിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നടന്നത്? മറ്റൊന്നിനുമായിരുന്നില്ല. തനിക്കൊരു സീറ്റ് വേണം നിയമസഭയിൽ മത്സരിക്കാൻ, ആ സീറ്റ് തനിക്ക് കൊട്ടാരക്കര തന്നെ വേണം എന്ന് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു ആര്? അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു നേതാവെന്ന് വിളിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആകെപ്പാടുള്ള ഫോളോവേഴ്സ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കാൻ ഒരു പ്രവർത്തകരുമില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ആദ്യ സമയത്ത് BJP ആണോ, ഇനി അതല്ല കോൺഗ്രസ് ആണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വം തന്നെയായിരുന്നു അഖിൽ മാരാർ. അതിനുശേഷമാണ് കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കൊട്ടാരക്കരയിൽ അതുവരെ MLA ആയിരുന്ന ഐഷ പോറ്റിക്ക് കിട്ടിയതൊന്നും പോരാതെ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് മാറുന്നു. ഐഷ പോറ്റി അങ്ങനെ കോൺഗ്രസ്സുകാരിയായി മാറി അവിടെ മത്സരിക്കുന്നു. കുഴപ്പമില്ല, അതിന് നല്ല തീരുമാനം. അങ്ങനെ ഇവിടെ ഈ പറയുന്ന ഐഷ പോറ്റിയെ അവിടെ കോൺഗ്രസിലേക്ക് എത്തിയ ഐഷ പോറ്റിയെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? കാരണം എന്താ? കൊട്ടാരക്കരയിൽ അതുവരെ MLA ആയിരുന്നു ഐഷ പോറ്റി. അപ്പോൾ ഐഷ പോറ്റി വരുന്നത് CPM ഐഷ പോറ്റിയോട് കാണിച്ച നെറികേടിനെ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നത്. അങ്ങനെ സ്വാഭാവികമായും ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാലിനെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി മാറുന്നു. ഇതോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് വിദ്വേഷം നിറഞ്ഞു തുളുമ്പി അഖിൽ മാരാറിന്. അപ്പോൾ അഖിൽ മാരാറിൻ്റെ സ്ഥാനമോഹം മാത്രമായിരുന്നല്ലോ ഇത് എന്ന് നമുക്ക് ഊഹിക്കാം. അല്ലായിരുന്നുണ്ടെങ്കിൽ ഈ അഖിൽ മാരാറിന് രാഷ്ട്രബോധമോ രാഷ്ട്രീയ ബോധമോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അഖിൽ മാരാർ ചെയ്യേണ്ടിയിരുന്നത് ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ നിൽക്കുകയും ഐഷ പോറ്റിയെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നീക്കുകയുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും ഇട്ടുകൊണ്ട് ഐഷ പോറ്റിയെ പിന്തുണയ്ക്കുകയായിരുന്നു യഥാർത്ഥ നെറിയുള്ള കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അഖിൽ മാരാർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അഖിൽ മാരാർ അങ്ങനെ ചെയ്തില്ല. അഖിൽ മാരാർ പിന്നീട് തീരുമാനിക്കുന്നു, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു കൊട്ടാരക്കരയിൽ.
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അഖിൽമാരാർ തീരുമാനിക്കുന്ന ആ സ്പോട്ടിൽ വന്നു NDAയുടെ പ്രതിനിധികൾ. നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കാം, നിങ്ങൾക്ക് പണം ഞങ്ങൾ നൽകാം, ഓഫറാണ്. അത് ഈ അഖിൽമാരാർ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അഖിൽമാരാറിനെ പതുക്കെ BJP ചവിട്ടിത്താഴ്ത്താൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അതുവരെ കോൺഗ്രസ്സുകാരിയായിരിക്കുകയും പിന്നീട് തനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ കഴിഞ്ഞ തവണ കയ്യൻ ബാലഗോപാലിനെതിരെ മത്സരിച്ച രശ്മി, ആ രശ്മി എന്ത് ചെയ്യുന്നു? നേരെ BJPയിലേക്ക് ഒരു ചാട്ടം ചാടുന്നു. അങ്ങനെ രശ്മി BJPയിലേക്ക് എത്തുന്നു. രശ്മിയെ പിടിച്ചിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ അവരോധിക്കുന്നു. ഇതാണ് സംഭവം. പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ BJPക്കാർ പ്രഥമ ദൃഷ്ടി, അതായത് പ്രധാനപ്പെട്ട NDA നയിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും അഖിൽമാരാറിനെ കൈവിട്ടു. ഏറ്റവും ഒടുവിൽ അഖിൽമാരാർ എന്ത് ചെയ്യണം? അഖിൽമാരാറിന് എവിടെയെങ്കിലും മത്സരിച്ചേ പറ്റൂ. തടി രക്ഷിക്കണ്ടേ, തൻ്റെ മുഖം രക്ഷിക്കണ്ടേ? ഇതുവരെ അഖിലേട്ട എന്ന് വിളിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്നവരെല്ലാം പോടെ ഉവേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അഖിൽമാരാർ എന്ത് ചെയ്തു? നേരെ സാബു എൻ ജേക്കബ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ വ്യവസായിയുടെ പങ്ക് പറ്റി. ആ വ്യവസായി 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടാക്കി വെക്കുകയും BJP ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നെറികെട്ടവരാണ് എന്ന് കേരളം ഒട്ടുക്ക് നിറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി 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 ഭരിക്കുന്ന കാലത്തും ഈ സാബു എൻ ജേക്കബിൻ്റെ അങ്ങ് കിഴക്കമ്പലത്തുള്ള കമ്പനി വൻ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ സാബു എൻ ജേക്കബ് നമ്മുടെ കേരളത്തിൽ ഒരു വ്യവസായശാല നടത്തുമ്പോൾ അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പോയതോടുകൂടി എല്ലാ പാർട്ടിക്കാർക്കും സാബു എൻ ജേക്കബിനോട് ദേഷ്യം വന്നു, അല്ലെങ്കിൽ അവിടെ റെയ്ഡുകൾ നടന്നു. അതിനെ തുടർന്ന് ഈ രണ്ട് പാർട്ടിക്കാരോടും CPM-നോടും കോൺഗ്രസിനോടും വല്ലാത്ത എതിർപ്പ് അങ്ങ് ബാധിച്ചു സാബു എൻ ജേക്കബിന്. ഒടുവിൽ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ എന്ന് പറയുന്ന സ്ഥാനവും വഹിച്ചു. അങ്ങനെ സ്ഥാനം വഹിച്ച് തൻ പോരുമയോടുകൂടി കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഒരു കമ്പനിയാക്കി കൊണ്ടു നടക്കുന്ന സാബു എൻ ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കയറിയപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, അതായത് നമ്മുടെ അഖിൽമാരാർ വിചാരിച്ചു തനിക്ക് ഗുണം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇത്. എന്നിട്ട് ഈ സാബു എൻ ജേക്കബ് NDA എന്ന് പറയുന്ന മുന്നണിയിലേക്ക് 2020 കൊണ്ട് കെട്ടി. പറ്റിയ സ്ഥലം തന്നെയായിരുന്നു അത്. അവിടെ കൊണ്ട് കെട്ടിയതിന് ശേഷം അഖിൽമാരാറിനെ പിടിച്ച് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അഖിൽമാരാറിന് വേണ്ടി പ്രചരണം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പോൾ അഖിൽമാരാർ ആ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അനവധിയായ PR വർക്കുകളൊക്കെ നടത്തിയെങ്കിലും ഒന്നും ഗുണപ്പെട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ അഖിൽമാരാർ അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ 1 മില്യനും 2 മില്യനും ഒക്കെ വീഡിയോ കയറുമായിരിക്കും, പക്ഷേ അതൊന്നും തനിക്ക് വോട്ടായി വീഴില്ല എന്നുള്ള വാസ്തവം, ജനാധിപത്യം വേറെ, സോഷ്യൽ മീഡിയയിലെ അലറി വിളിക്കൽ വേറെ എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടി വന്നു അഖിൽമാരാറിന്. അങ്ങനെ അഖിൽമാരാറിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഖിൽമാരാർ തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ 20 ലക്ഷം രൂപ വിലയുള്ള BMW ബൈക്ക് വരെ വിൽക്കേണ്ടി വന്നു. ആശിച്ച് മോഹിച്ച് വലിയ കാര്യമായി വാങ്ങിയ ആ ബൈക്ക് പോലും വിറ്റിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥി ബാക്കിയുള്ള ചെലവുകളുമായി മുന്നോട്ട് പോയത്, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതേസമയം BJPയുടെ ഫണ്ടുകൾ എത്ര നമ്മുടെ കേരളത്തിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ തൃശ്ശൂരിലേക്ക് ഏതാണ്ട് 15 കോടി രൂപ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആരൊക്കെ മുക്കി എന്നുള്ള കാര്യം പിന്നീടുള്ള കാര്യം, അതൊക്കെ പോട്ടെ. എന്നാൽ ഇപ്പോൾ ഈ സാബു എൻ ജേക്കബും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് അക്ഷരാർത്ഥത്തിൽ ഈ അഖിൽമാരാർ നടത്തിയിരിക്കുന്നത്. അഖിൽമാരാർ BJP ആയിരുന്നു, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചവിട്ടി, കോൺഗ്രസിനെ ചവിട്ടി 2020യിലേക്ക് പോകുന്നു, 2020യെയും ചവിട്ടി ഇതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരനേ അല്ല. ഇയാൾ ചോദിച്ചൊരൊറ്റ ചോദ്യമുള്ളൂ, എനിക്ക് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആവണം. 2020യുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആവണം. കൊല്ലത്ത് 2020ക്ക് എത്ര പേരുണ്ട്? കൂടി വന്ന വിരലിലെണ്ണാവുന്നത്ര ആൾക്കാരെ കൊല്ലത്തുണ്ടാവുള്ളൂ. വിരലിലെണ്ണാവുന്നത്രയും, അത്രയും തന്നെ ഉണ്ടോ എന്നറിയത്തില്ല. അതിലെ പ്രമുഖൻ, ഈ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ കൊല്ലത്ത് നമ്മുടെ അഖിൽമാരാറിനെ ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും തള്ളി ദൂരെ കളഞ്ഞു. ആര്? സാബു എൻ ജേക്കബ്. സാബുവിൻ്റെ കാര്യം കഴിഞ്ഞു. സാബു എൻ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഇനി അഖിൽമാരാർ നിന്നാലെന്ത് പോയാലെന്ത്, തനിക്ക് കുറച്ച് സ്ഥലത്ത് ഫണ്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥാനാർത്ഥികളെ നിർത്തണം, അത് നിർത്തി, കാര്യം കഴിഞ്ഞു. ഇനി അവിടെ 2020ക്ക് ഇനി പ്രവർത്തിച്ചാലെന്ത് ഇല്ലേലെന്ത്. എത്രയോ അധികം ആൾക്കാർ അബദ്ധം പറ്റിപ്പോയവരുണ്ട്. കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമൊക്കെ ചാടി 2020യിലേക്ക് കയറി ഏറ്റവും ഒടുവിൽ ഈ സാബു എൻ ജേക്കബിൻ്റെ
താൻ പോരിമ കണ്ട് മടുത്തിട്ട് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി നിരവധി ആളുകൾ 2020-ലുണ്ട്. ഇതൊക്കെ വാർത്തകളായി പലപ്പോഴായി വന്നതല്ലേ. എന്നിട്ടും മനസ്സിലാക്കാതെയാണ് അഖിൽ മാരാർ അതിനകത്ത് പോയി ചാടിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ പണി കിട്ടി തിരിച്ചു വന്നു. എന്താണ് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നൊരു ആവശ്യം അഖിൽ മാരാർ മുന്നോട്ട് വെച്ചു. നമ്മുടെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയം മാറി വരുന്നതനുസരിച്ച് ജനകീയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം ജനകീയ വിഷയങ്ങളിൽ 2020 കാര്യക്ഷമമായി ഇടപെടണം എന്നൊരു ആവശ്യം അഖിൽ മാരാർ മുന്നോട്ട് വെച്ചെങ്കിലും ഇതൊന്നും സാബുവിൻ ജേക്കബിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. സാബുവിൻ ജേക്കബ് ശരിക്കും പറഞ്ഞ 2020 ആണെങ്കിലും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളെയും തൻ്റെ ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇവിടെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അവിടെ സ്വന്തം CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം സാബുവിൻ ജേക്കബ് അദ്ദേഹത്തിൻ്റെ കിഴക്കമ്പലം പോലെയുള്ള അല്ലെങ്കിൽ കുന്നത്തുകാടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വികസനം എന്തിൻ്റെ ആയിരുന്നു? അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ CSR ഫണ്ട് ഇത്ര ശതമാനം എല്ലാ വർഷവും മുടക്കണം CSR എന്ന് പറഞ്ഞിട്ട് ആ നിയമം അനുസരിച്ചിട്ടാണ് ആ പണം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പഞ്ചായത്തിലുള്ളവർക്ക് പോലും കമ്പനി ശമ്പളം കൊടുത്തു, കിറ്റക്സ് കമ്പനിയിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയേണ്ട ഒരാളായിരുന്നു ശരിക്കും അഖിൽ മാരാർ. ചെറുപ്പമല്ലേ, ഇതൊക്കെ തിരിച്ചറിയണമായിരുന്നു. പക്ഷേ തിരിച്ചറിയാതെ ഇപ്പോൾ കൈയും കാലിട്ട് അടിച്ചിട്ട് സാബുവിൻ ജേക്കബിനെ തന്തയ്ക്ക് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം കോൺഗ്രസിലുള്ള ഇരിപ്പിടം നഷ്ടപ്പെട്ടു. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഐഷ പോറ്റി ആയിരുന്നു. ദൗർഭാഗ്യവശാൽ ഐഷ പോറ്റി പരാജയപ്പെടുകയും ചെയ്തു. ഇനി കൊട്ടാരക്കരയിൽ അഖിൽ ഇങ്ങനെ രാഷ്ട്രീയ വ്യക്തിത്വമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ പിടിച്ച് കോൺഗ്രസ് ഇനി ഒരിക്കലും പിന്നെ അവിടെ കൊണ്ടുവന്നൊരു സ്ഥാനത്ത് അവരോധിക്കില്ല. കാരണം എവിടെയും ഒരു രാഷ്ട്രീയ ബോധമുണ്ടാകണം, രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടാകും. അത് കോൺഗ്രസിനോടാണെങ്കിലും CPM-നോടാണെങ്കിലും ആ രാഷ്ട്രീയ ബോധമോ രാഷ്ട്രീയ താല്പര്യമോ രാഷ്ട്രീയമായ സ്ഥിരതയില്ലാത്ത ഒരാളെ ഇനി കോൺഗ്രസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പം ഒരു കാര്യം ചെയ്യുക, നിരവധി പടങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് അഖിൽ മാരാർക്ക് പുതിയതായി വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവമായ കാര്യം.